അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന വഹബീബിന മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസൂലുസ്സുന്ന എന്ന റിസാലയുടെ വിശദീകരണമാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ ദർസിൽ നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഖാലൽ മുഅല്ലിഫു റഹിമഹുല്ലാഹ് വഖൈറു ഹാദിഹിൽ ഉമ്മത്തി ബഅദ നബിയ്യിഹാ അബൂബക്രിൻ അസ്സിദ്ദീഖ് സുമ്മ ഉമർ ഇബ്നുൽ ഖത്താബി സുമ്മ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നുഖദ്ദിമു ഹൗലാഇ الثلاثة كما قدمهم أصحاب رسول الله صلى الله عليه وسلم لم يختلفوا في ذلك. ഗ്രന്ഥകർത്താവ് പറയുന്നത് റഹിമഹുല്ലാഹ്, വഖൈറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും ഖൈറായത് അല്ലെങ്കിൽ ഖൈറായ വ്യക്തിത്വം, ബഅദ നബിയ്യിഹ, അവരുടെ നബിക്ക് ശേഷം അഥവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിത്വം അബൂബക്രിൻ അസ്സിദ്ദീഖ്. ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. സുമ്മ, അത് കഴിഞ്ഞാൽ ഉമർ ഇബ്നുൽ ഖത്താബ്. സുമ്മ, അത് കഴിഞ്ഞാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. നുഖദ്ദിമു ഹൗലാഇ الثلاثة, ഈ നാലു പേർക്ക് നാം തഖ്ദീം നൽകുന്നു, മുൻഗണന നൽകുന്നു. കമാ ഖദ്ദമഹും അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഈ മൂന്നാളുകളെ മുന്തിച്ചതുപോലെ. ലം യഖ്തലിഫൂ ഫീ ദാലിക്, അതിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമേ ഉണ്ടായിരുന്നില്ല, അതിലവർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു തർത്തീബ്. സുമ്മ ബഅദ ഹൗലാഇ الثلاثة, പിന്നീട് ഈ മൂന്നാളുകൾക്ക് ശേഷം അസ്ഹാബു ശൂറ അൽ ഖംസ, അസ്ഹാബു ശൂറയിൽപ്പെട്ട അഞ്ചാളുകൾ. അസ്ഹാബു ശൂറ എന്ന് പറഞ്ഞാൽ കൂടിയാലോചനയിൽ ഉണ്ടായിരുന്നവർ. അലി ഇബ്നു അബി ത്വാലിബിൻ, ഒന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് വസുബൈർ. വ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഇവിടെ സുബൈർ ഇബ്നുൽ അവാം. വ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. വ സഅദുൻ വ തൽഹതു കുല്ലുഹും യസ്ലുഹു ലിൽ ഖിലാഫ, ഇവരെല്ലാവരും ഖിലാഫത്തിന് യോഗ്യരാണ്. ഈ പറയപ്പെട്ട അഞ്ചാളുകളും അലി ഇബ്നു അബി ത്വാലിബ്, സുബൈർ ഇബ്നുൽ അവാം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, വ സഅദ് വ തൽഹ, ഇവരെല്ലാവരും ഖിലാഫത്തിന് അനുയോജ്യരാണ്. ഇവർ അസ്ഹാബ് ഷൂറയിൽ അഥവാ കൂടിയാലോചനയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് അടുത്ത ഖലീഫ ആരാവണം എന്ന വിഷയത്തിൽ ഇവരെ വിളിച്ചുകൊണ്ടാണ് ചർച്ച ചെയ്തത്, ഇവരിൽ ആര് എന്നുള്ള നിലക്ക്. അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഖിലാഫത്തിന് അർഹരായതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് ഗ്രന്ഥകർത്താവ് ഇവരെല്ലാവരും ഖിലാഫത്തിന് യോഗ്യരാണ് എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം. വകുല്ലുഹും ഇമാം, എല്ലാവരും ഇമാമുകളാണ്, നേതൃത്വമുള്ളവരാണ്. വനദ്ഹബു ഫീ ദാലിക ഇലാ ഹദീസ് ഇബ്നു ഉമർ, ഈ വിഷയത്തിൽ നാം മടങ്ങുന്നത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലേക്കാണ്. എന്താണ് ആ ഹദീസിലുള്ളത്? ഇത് ഇമാം ബുഖാരിയിലുള്ള ഹദീസാണ്.
കുന്ന ഞങ്ങൾ, നഉദ്ദു എണ്ണാറുണ്ട്, വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹയ്യുൻ അള്ളാഹുവിൻ്റെ റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ നബിയുടെ സന്നിധിയിൽ വെച്ച് ഞങ്ങൾ എണ്ണാറുണ്ട്, വ അസ്ഹാബുഹു മുതവാഫിറൂൻ നബിയുടെ സ്വഹാബികൾ ധാരാളം ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ എണ്ണും, അബൂബക്കർ നബി കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠൻ അബൂബക്കറാണ്, സുമ്മ ഉമർ പിന്നെ ഉമറാണ്, സുമ്മ ഉസ്മാൻ പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്, സുമ്മ നസ്കുത്തു പിന്നെ ഞങ്ങൾ ആരെക്കുറിച്ചും പറയാറില്ല, സുമ്മ നസ്കുത്തു പിന്നെ ഞങ്ങൾ മിണ്ടാതിരിക്കും. അപ്പോൾ ഈ മൂന്നാളുകൾ നമുക്ക് ഹദീസുകളിൽ ധാരാളമായി കാണാം. ആദ്യം അബൂബക്കർ വന്നു, പിന്നെ ഉമർ വന്നു, പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഈ മൂന്ന് ഖലീഫമാരെ അതല്ലെങ്കിൽ ഈ മൂന്നാളുകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അധികവും ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠതയിൽ ഇവർ മൂന്ന് പേരെ പറഞ്ഞു പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? മിണ്ടാതിരിക്കും. സുമ്മ മിൻ ബഅദി അസ്ഹാബി ശൂറ പിന്നീട് അസ്ഹാബ് ശൂറ കഴിഞ്ഞാൽ അഹ്ലു ബദരിൻ മിനൽ മുഹാജിരീൻ മുഹാജിറുകളിൽപ്പെട്ട ബദറിൽ പങ്കെടുത്ത ആളുകൾ, സുമ്മ അഹ്ലു ബദരിൻ മിനൽ അൻസാർ പിന്നെ അൻസാറുകളിൽപ്പെട്ട ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവർ, മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ സ്വഹാബികളിൽ നിന്ന്, അലാ ഖദ്രിൽ ഹിജ്റതി വസ്സാബിഖ ഹിജ്റയുടെയും അതേപോലെ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിൻ്റെ ആ കാലയളവ് പരിഗണിച്ചും സ്വഹാബികൾക്ക് മഹത്വമുണ്ട്. ആദ്യം കടന്നു വന്നവർക്ക് അതേപോലെ തന്നെ ആദ്യം ഹിജ്റ വന്നവർക്ക് പ്രത്യേകതയുണ്ട്. അവ്വലൻ ഫ അവ്വല സുമ്മ അഫ്ളലു നാസി ബഅദ ഹഉലാഇ അസ്ഹാബു റസൂലി ഹഉലാഇ സുമ്മ അഫ്ളലു നാസി ബഅദ ഹഉലാഇ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്, ഈ പറയപ്പെട്ട സ്വഹാബികൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അൽ ഖർനുല്ലദീ ബുഇസ ഫീഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ട ആ നൂറ്റാണ്ടിലുള്ളവർക്കാണ്. ഖൈറുന്നാസി ഖർനി എന്ന് പറഞ്ഞ സ്വഹാബികൾക്കാണ്. കുല്ലു മൻ സഹിബഹു സനതൻ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും, അത് ഒരു വർഷമാകട്ടെ, ഔ ഷഹ്റൻ അല്ലെങ്കിൽ ഒരു മാസം, ഔ യൗമൻ അല്ലെങ്കിൽ ഒരു ദിവസം, ഔ സാഅത്തൻ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം, ഒരു മിനിറ്റ് അത്രയായാലും മതി, ഔ റആഹു അല്ലെങ്കിൽ നബിയെ കണ്ണുകൊണ്ട് കണ്ടു, മിണ്ടിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഫഹുവ മിൻ അസ്ഹാബിഹി അവരെല്ലാം നബിയുടെ സ്വഹാബികളാണ്. ലഹു മിന സുഹ്ബത്തി അലാ ഖദ്രി മാ സഹിബഹു അവർ എത്ര അളവനുസരിച്ചാണോ നബിയുടെ കൂടെ ഉണ്ടായിരുന്നത് അതിനനുസരിച്ചുള്ള സുഹബത്ത് അവർക്കുണ്ട്, അതിനനുസരിച്ചുള്ള മഹത്വവും അവർക്കുണ്ട്. അതേപോലെ തന്നെ വക്കാനത്ത് സാബിഖത്തുഹു മഅഹു നബിയുടെ കൂടെ എത്ര മുമ്പേ അവർ മുൻകടന്നിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള ഖദ്ർ അവർക്കുണ്ട്. വസമിഅ മിൻഹു വനളറ ഇലൈഹി നളറതൻ നബിയിൽ നിന്ന് കേൾക്കുകയും അല്ലെങ്കിൽ നബിയെ ഒരൊറ്റ നോട്ടം നോക്കുകയും ചെയ്താൽ അവരൊക്കെ ആരാണ്? സ്വഹാബികളാണ്. ഫഅദ്നാഹും സുഹ്ബതൻ അഫ്ളലു മിനൽ ഖർനി അല്ലദീ ലം യറൗഹു അവരിൽ ഏറ്റവും ചെറിയ സുഹ്ബത്തുള്ളവർ പോലും എന്ന് പറഞ്ഞാൽ നബിയെ ഒരു നോട്ടം നോക്കിയ ആളുകൾ പോലും നബിയെ കാണാത്ത നൂറ്റാണ്ടിലുള്ളവരെക്കാൾ ശ്രേഷ്ഠത ഉള്ള ആളാണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ ഒരു മുസ്ലിം, ഒരു വിശ്വാസി, കാണാത്ത ആളുകളിലെ എത്ര വലിയ മഹാന്മാർ വന്നാലും അവരെക്കാളൊക്കെ ശ്രേഷ്ഠത ആർക്കാണ്? നബിയെ കണ്ട സ്വഹാബിക്കാണ്. വലൗ ലഖുല്ലാഹ ബിജമീഇൽ അഅമാൽ ഇസ്ലാം പഠിപ്പിച്ച എല്ലാ അമലുകളും കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടിയാലും അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ണുകൊണ്ടൊരു നോട്ടം നോക്കിയ ഒരു മുസ്ലിമിൻ്റെ ദർജയിൽ അവർ എത്തുകയില്ല. കാന ഹഉലാഇ അല്ലദീന സഹിബുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വറഔഹു വസമിഉ മിൻഹു അഫ്ളലു ലിസുഹ്ബതിഹിം മിനത്ത് താബിഈൻ വലൗ അമിലു കുല്ല അഅമാലൽ ഖൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹചാരികളായി നിന്നവർ അല്ലെങ്കിൽ നബിയെ കണ്ടവർ അല്ലെങ്കിൽ നബിയിൽ നിന്ന് കേട്ടവർ പിന്നീട് വരുന്ന താബിഈങ്ങളെക്കാൾ അഫ്ളലാണ്. അവർ മുഴുവൻ അമലുകളും കൊണ്ടുവന്നവരാണെങ്കിലും ശരി.
അപ്പോൾ ഈ ഒരു ഇബാറത്ത്, ഈ ഒരു വലിയ ഇബാറത്തിലൂടെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹാബികളുടെ മഹത്വവും ആ സ്വഹാബികളിൽ തന്നെ ആർക്കൊക്കെയാണ് കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് എന്ന് വിശദീകരിക്കുകയാണ്. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉസൂലുകളിൽപ്പെട്ട ഒന്നാണ്. സ്വഹാബത്തിൻ്റെ ഫളലും അവരുടെ ശ്രേഷ്ഠതയും പറയാത്ത ഉസൂല് വിശദീകരിക്കുന്ന ഒറ്റ കിതാബുമില്ല. ഒരു കിതാബും ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, പിഴച്ച കക്ഷികളിൽ വളരെ വലിയൊരു വിഭാഗം സ്വഹാബികളുടെ വിഷയത്തിൽ അബദ്ധം പറ്റിയവരാണ്. സ്വഹാബികളെ തക്ഫീർ ചെയ്തവരുണ്ട്. ഖവാരിജുകളിൽപ്പെട്ടവർ സ്വഹാബികൾ കാഫറുകളാണെന്ന് പറഞ്ഞു. ഷിയാക്കളിൽപ്പെട്ടവർ, ഷിയാക്കളിലെ വളരെ വലിയ ഒരു സംഘം ധാരാളം സ്വഹാബികളെ ചീത്ത പറയുന്നവരാണ്, അവരെ കുറ്റപ്പെടുത്തുന്നവരാണ്, അവരെ അംഗീകരിക്കാത്തവരാണ്. അതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിനായിരുന്നു ഖിലാഫത്ത് വേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് തട്ടിയെടുക്കുക വഴി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, അതേപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും, ഇവരെ എല്ലാം ദുഷിച്ചു പറയുന്നവരാണ് ഷിയാക്കൾ. കാരണം അവർ അലി റളിയല്ലാഹു അൻഹുവിനെ, എന്തിനേറെ അവരിൽ അതിര് കവിഞ്ഞവർ പറഞ്ഞത് ശരിക്കും നബി ആവേണ്ടത് അലി റളിയല്ലാഹു അൻഹു ആണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആൾ മാറിപ്പോയി വഹി കൊടുത്തതാണ് എന്ന് വരെ അവരിലെ വിവരദോഷികൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ റാഫിളിയ്യാക്കളിൽപ്പെട്ടവർ, അഹ്ലുൽ ബൈത്തിനെ, ആയിഷ റളിയല്ലാഹു അൻഹയെ ചീത്ത പറഞ്ഞവർ, നബിയുടെ ഭാര്യമാരെക്കുറിച്ച് ദുഷിച്ചു പറഞ്ഞവർ, പല സ്വഹാബികളെയും കാഫറുകളാക്കിയവർ, വ്യത്യസ്ത പിഴച്ച കക്ഷികളിൽ ഓരോരുത്തരും ഓരോ നിലപാടുണ്ട്. ഏത് നിലപാട് സ്വീകരിച്ചവരും സ്വഹാബത്തിനെ ചീത്ത പറയുകയോ സ്വഹാബത്തിൻ്റെ ഫളലിനെ കുറയ്ക്കുകയോ, ഖിലാഫത്തിന് അബൂബക്കർ അല്ല അർഹൻ, മറ്റുള്ളവരാണ്, ഉമർ അല്ല, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ, ഇവരാരുമല്ല മറ്റു ചിലരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില വിഷയങ്ങൾ. അതേപോലെ തന്നെ ഖിലാഫത്ത് ഏറ്റെടുത്തതിൻ്റെ പേരിൽ സ്വഹാബികളിൽ ചിലരെ മോശമായി പറഞ്ഞവർ, അലി റളിയല്ലാഹു അൻഹു വല്ലവാണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു ആണ്, ഇതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ദുഷിച്ചു പറഞ്ഞവർ, അലി റളിയല്ലാഹു അൻഹുവിനെ ദുഷിച്ചു പറഞ്ഞവർ, ഇങ്ങനെ സ്വഹാബത്തിനെ മോശമാക്കി പറഞ്ഞ ആളുകളെല്ലാം ബിദ്അത്തിൻ്റെ കക്ഷികളാണ്. എല്ലാം ബിദ്അത്തിൻ്റെ കക്ഷികളാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ എന്താണ്? സ്വഹാബികൾ മുഴുവൻ ഉദൂലുകളാണ്, സത്യസന്ധരും നന്മ നിറഞ്ഞവരുമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. റളിയല്ലാഹു അൻഹും വറദുവാൻ, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അവരെ ഫോളോ ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും, അതേപോലെ തന്നെ വ അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. ഇങ്ങനെ നമ്മൾ ധാരാളക്കണക്കിന് സ്വഹാബത്തിൻ്റെ ശ്രേഷ്ഠത നമ്മൾ ധാരാളക്കണക്കിന് മനസ്സിലാക്കിയതാണ്. അവർ സത്യസന്ധരല്ലായിരുന്നെങ്കിൽ അവരെ പിന്തുടരാൻ അള്ളാഹു പറയുമായിരുന്നില്ല. ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ സ്വഹാബത്തിൻ്റെ മൻഹജിനെ പിൻപറ്റണമെന്നുണ്ട്. ഹദീസുകളിലും അങ്ങനെ വന്നിട്ടുണ്ട്. അവരൊക്കെ ശ്രേഷ്ഠരാണ് എന്നും അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വഹാബികളിൽ ഒരാളെപ്പോലും വഴക്ക് പറയാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, ദുഷിച്ചു പറയാൻ പാടില്ല. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു തർക്കം. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങളെൻ്റെ സ്വഹാബത്തിനെ ചീത്ത പറയരുത്. മൊത്തത്തിൽ മുസ്ലിം ഉമ്മത്തിനോടുള്ള കൽപ്പനയാണ്. ഒരു സ്വഹാബിയെയും നിങ്ങൾ ദുഷിച്ച് പറയരുത്. കാരണം അവർ ഒരു മുദ്ദ് ചെലവഴിച്ചാൽ, നിങ്ങളൊരു ഉഹദ് മലയോളം ചെലവഴിച്ചാലും അതിൻ്റെ അടുത്തെത്തൂല. നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിനെ ഒരു നോക്ക് കണ്ട ഒരാൾ, ആ വ്യക്തി പിൽക്കാലഘട്ടത്തിൽ വരുന്ന മുഴുവൻ അമല് ചെയ്ത ഒരാളെക്കാളും ശ്രേഷ്ഠനാണ്. അത് അള്ളാഹു നൽകിയ ശ്രേഷ്ഠതയാണ്. അത് സ്വഹാബത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. സ്വഹാബത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് താബിയങ്ങൾക്കോ തബഉ താബിയങ്ങൾക്കോ ആർക്കും എത്താൻ കഴിയില്ല. ഖൈറുന്നാസി ഖർനി, സമൂഹങ്ങളിൽ ഏറ്റവും ഖൈറായത് എൻ്റെ സമൂഹമാണ്.
ഇങ്ങനെ സ്വഹാബത്തിൻ്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് ധാരാളക്കണക്കിന് ഹദീസുകളും ആയത്തുകളും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഏറ്റവും ശക്തമായ അസ്ല് ശ്രദ്ധിക്കുക, ഒരു സ്വഹാബിയെയും ചീത്ത പറയാൻ പാടില്ല. സ്വഹാബികൾ മുഴുവൻ സ്വാലിഹീങ്ങളാണ്, സത്യസന്ധരാണ്, അവരെല്ലാവരും സ്വർഗത്തിലാണ്. സ്വഹാബികളെല്ലാവരും സ്വർഗത്തിലാണ്, അവരെല്ലാവരും സ്വാലിഹുകളാണ്, അവരെല്ലാവരും സത്യസന്ധരാണ്. ഒരു സ്വഹാബിക്ക് മറ്റൊരു സ്വഹാബിയേക്കാൾ ശ്രേഷ്ഠതയുണ്ടാകും, അത് പ്രവാചകന്മാർക്കിടയിലുമുണ്ട്, അതൊരു വിഷയമല്ല. പക്ഷേ അവരിൽ ഒരാളെയും ദുഷിച്ചു പറയാൻ അനുവാദമില്ല. അവരെ കാഫിറുകളാക്കുന്ന, അവർ അനീതി കാണിച്ചു എന്ന് പറയുന്ന, അവർ ഭരണം തട്ടിയെടുത്തു എന്ന് പറയുന്ന, അവർ ഹദീസുകൾ കെട്ടിച്ചമച്ചവരാണ് എന്ന് പറയുന്ന, അവർ മോശക്കാരാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ പെട്ട ആളുകളാണ്. അല്ലെങ്കിൽ ഒരു വേള അവർ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന അഖീദയാണ് സ്വഹാബത്തിൻ്റെ വിഷയത്തിൽ പലർക്കുമുള്ളത്. അഹ്ലുസുന്നയുടെ ആളുകൾ ഒരു കാരണവശാലും അവരുടെ ആ വിഷയത്തിൽ അതേപോലെ ഉള്ള ശുബഹാത്തുകളിൽ ഉൾപ്പെട്ടു പോകാൻ പാടില്ലാത്തതാണ്. ഈ റിവായത്തുകൾ അല്ലെങ്കിൽ ഈ ഒരു സെൻറ്റൻസിനെ നമുക്ക് ഒന്നുകൂടി വിശദീകരിക്കാം. അവിടെ സ്വഹാബി, നമ്മൾ സ്വഹാബത്തിൻ്റെ മഹത്വം പറയുമ്പോൾ ആരാണ് സ്വഹാബി എന്ന ഒരു ചോദ്യമുണ്ടാകും. സ്വഹാബിയുടെ നിർവചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുസ്ലിമായി കൊണ്ട് ഒരു നോക്കെങ്കിലും കാണുകയും മുസ്ലിമായി കൊണ്ട് മരിച്ചു പോവുകയും ചെയ്ത ഒരാൾക്കാണ് സ്വഹാബി എന്ന് പറയാം. മുസ്ലിമായി നബിയെ കാണുക, മുസ്ലിമായി മരിച്ചു പോവുക. എന്താണ് മുസ്ലിമായി മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ? ആരെങ്കിലും നബിയുടെ കാലശേഷം നബിയെ കണ്ടു, നബി ഉള്ളപ്പോൾ മുസ്ലിമായി അഭിനയിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അവൻ ആരല്ല? സ്വഹാബി അല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുക എന്ന് മാത്രമല്ല, ആ ഈമാനിൽ മരിച്ചു പോകണം. മുസ്ലിമായി നബിയെ കാണുകയും മുസ്ലിമായി മരിച്ചു പോവുകയും ചെയ്തവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. എന്നാൽ അബൂജഹൽ നബിയെ കണ്ടിട്ടുണ്ട്, നബിയുടെ കൂടെ കുറേ കാലം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അബൂജഹൽ സ്വഹാബിയാണോ? അല്ല. അബൂജഹൽ കാഫിറായിക്കൊണ്ടാണ് നബിയെ കണ്ടത്. അപ്പോൾ കാഫിറായിട്ടോ മുനാഫിഖീങ്ങളായിട്ടോ നബിയെ കണ്ടവർ സ്വഹാബികളല്ല. അല്ലെങ്കിൽ ആദ്യം വിശ്വാസം സ്വീകരിച്ചു പിന്നീട് നിഫാഖിലേക്കോ കുഫറിലേക്കോ പോയവരും സ്വഹാബികളല്ല. അപ്പോൾ സ്വഹാബി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ഒരു നോക്കെങ്കിലും കണ്ണുകൊണ്ട് കണ്ടവരെല്ലാം സ്വഹാബികളാണ്, അവർ ഈമാനോടുകൂടി മരണപ്പെട്ടവരാണെങ്കിൽ. ഈ സ്വഹാബത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളക്കണക്കിന് ഹദീസുകളിലൂടെ ഖുർആനിലൂടെ അവരെല്ലാവരും സത്യസന്ധരും അള്ളാഹു തിരഞ്ഞെടുത്തവരും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരായ അള്ളാഹു തിരഞ്ഞെടുത്തവരാണ് ലോകത്തിലെ ഏറ്റവും നല്ലവർ. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഖൈറുന്നാസി ഖർനി, എൻ്റെ കൂടെ ജീവിച്ച സ്വഹാബത്താണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈർ. പിന്നെ അതിന് ശേഷം വന്നവർ, പിന്നെ അതിന് ശേഷം വന്നവർ. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന ഇത്തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻ. മുഹാജിറുകളും അൻസാറുകളും ഒന്നടങ്കം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അള്ളാഹു അവരെയൊക്കെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ എല്ലാം തൃപ്തിപ്പെട്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇതിൽ വഖൈറു ഹാദിഹിൽ ഉമ്മത്തി ബഅദ നബിയിഹാ അബൂബക്കറിൻ അസ്സദ്ദീഖ് സുമ്മ ഉമർ ഇബ്നുൽ ഖത്താബ് സുമ്മ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നബിക്ക് ശേഷം അബൂബക്കർ, ഉമർ, ഉസ്മാൻ. നേരത്തെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഞങ്ങൾ നബി ജീവിച്ചിരിക്കെ ഇവരുടെ ഫള് എണ്ണിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എണ്ണരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. സ്വഹാബികളൊക്കെ ഒരുപോലെയാണ്, അതുകൊണ്ട് നിങ്ങൾ ഒരാൾക്ക് മറ്റൊരാളേക്കാൾ പ്രത്യേകത കൊടുക്കണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഫളിൽ ഇവരുടെ ഈ തർത്തീബ് അനുസരിച്ച് എണ്ണൽ അനുവദനീയമാണ് എന്ന് മാത്രമല്ല, അതെന്താണ്, അത് അനിവാര്യവും കൂടിയാണ്. പിൽക്കാലഘട്ടത്തിലെ ഫിത്നയെ പരിഗണിക്കുമ്പോൾ അതെന്തുകൂടിയാണ്? അനിവാര്യം കൂടിയാണ്. വഖാല അലി ഇബ്നുൽ മദീനി, വലിയ പണ്ഡിതനാണ്, അദ്ദേഹം പറയുന്നത്, ഖൈറു ഹാദിഹിൽ ഉമ്മത്തി ബഅദ നബിയിഹാ അബൂബക്കറിൻ അസ്സദ്ദീഖ് സുമ്മ ഉമർ സുമ്മ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നുഖദ്ദിമു ഹൗലാഇ الثلاثة كما قدمهم أصحاب رسول الله صلى الله عليه وسلم ولم يختلفوا في ذلك ثم من بعد الثلاثة أصحاب الشورى الخمسة
അലിയുൻ വ ത്വൽഹത്ത് വ സുബൈർ വ അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ വ സഅദ് ബിൻ മാലിക്കിൻ കുല്ലുഹും യസ്ലുഹു ലിൽ ഖിലാഫ വ കുല്ലുഹും ഇമാമുൻ കമാ ഫഅല അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേ സെൻറ്റൻസാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിം പറഞ്ഞിട്ടുള്ളത്. വഖാല നവവിയു, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇത്തഫഖ അഹ്ലുസുന്ന, അഹ്ലുസുന്നയുടെ ഇത്തിഫാഖുണ്ട് അല അന്ന അഫ്ളലഹും അബൂബക്കറിൻ സുമ്മ ഉമറു വഖാല ജുംഹൂറുഹും സുമ്മ ഉസ്മാനു സുമ്മ അലിയുൻ. അബൂബക്കർ, ഉമർ, ചില ആളുകൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനാണോ അലി റളിയല്ലാഹു അൻഹുവിനാണോ ശ്രേഷ്ഠത കൂടുതലെന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഇത്തിഫാഖുള്ള വിഷയം എന്താണ്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സുമ്മ അലിയുൻ റളിയല്ലാഹു അൻഹു. ഖാല അബൂ ഹനീഫ, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നുഖിറു ബി അന്ന അഫ്ളല ഹാദിഹിൽ ഉമ്മത്തി ബഅദ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ പ്രവാചകന് ശേഷം ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠർ അബൂബക്കറിൻ അസ്സദ്ദീഖു സുമ്മ ഉമറു സുമ്മ ഉസ്മാനു സുമ്മ അലിയുൻ റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ ലിഖൗലിഹി തആല വസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ ഫീ ജന്നാത്തിൻ നഈം. അതേപോലെ തന്നെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അഫ്ളലുൻ നാസി ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അബൂബക്കറിൻ സുമ്മ ഉമറു സുമ്മ ഉസ്മാനു സുമ്മ അലിയുൻ റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. അപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അത് തന്നെയാണ് പറയുന്നത്. അതേപോലെ തന്നെ ഖാല അബ്ദുല്ലാ ഇബ്നു അഹ്മദ് ബിൻ ഹംബലിൻ, അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി സാഹിബു ഹാദിഹി റിസാല, ഈ റിസാലയുടെ സാഹിബായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകൻ അബ്ദുള്ള പറയുകയാണ്, സമിഅതു അബി യഖൂൽ, എൻ്റെ ഉപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആരാണ് ഉപ്പ? അഹ്മദ് ബിൻ ഹംബൽ. അമ്മ തഫ്ദീലു ഫഅഖൂലു, ശ്രേഷ്ഠതയിൽ ഞാൻ പറയുന്നു, അബൂബക്കറിൻ സുമ്മ ഉമറു സുമ്മ ഉസ്മാനു സുമ്മ അലിയുൻ സുമ്മ അലിയുൻ. വഖാല അഹ്മദു ഫീ റിവായത്തി മുഹമ്മദ് ബിൻ ഔഫിൻ അൽ ഹിംസിയ്യി ഖൈറുൻ നാസി ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അബൂബക്കറിൻ സുമ്മ ഉമറു സുമ്മ ഉസ്മാനു സുമ്മ അലിയുൻ. ഇവരാണ്. അപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ആകട്ടെ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ആകട്ടെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ആകട്ടെ, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ആകട്ടെ, മദ്ഹബിൻ്റെ ഇമാമിങ്ങളെല്ലാം തന്നെ ആദ്യം അബൂബക്കർ, പിന്നെ ഉമർ, പിന്നെ ഉസ്മാൻ, അത് കഴിഞ്ഞാൽ പിന്നെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹും. ഖാല ഇബ്നു അബി സൈദിൻ അൽ ഖൈറവാനി അഫ്ളലുൽ ഉമ്മത്തി ബഅദ നബിയിഹാ അബൂബക്കറിൻ സുമ്മ ഉമറു സുമ്മ ഉസ്മാനു സുമ്മ അലിയുൻ. വഖാല അബൂ അംറിൻ ദാനി, ഇവരൊക്കെ വലിയ മഹത്തുക്കളാണ്. അഫ്ളലുൽ അർബഅ അബൂബക്കറിൻ സുമ്മ ഉമറു സുമ്മ ഉസ്മാനു സുമ്മ അലിയുൻ റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ. വഖാല ഇയാദുൻ അൽ മഷ്ഹൂർ അൻ മാലിക്കിൻ വ സുഫിയാന, ഇമാം മാലിക് അതേപോലെ തന്നെ സുഫിയാൻ അസ്സൗരി വകാഫത്തി അഇമ്മത്തിൽ ഹദീസ് വൽ ഫുഖഹ, വകാഫത്തി അഇമ്മത്തിൽ ഹദീസ് വൽ ഫുഖഹ, ഹദീസിൻ്റെ അഇമ്മത്തുകളും ഫുഖഹാക്കളും എല്ലാവരും ഐക്യകണ്ഠേന പറഞ്ഞിരിക്കുന്നു. അവർ മാത്രമല്ല വകസീരിൻ മിനൽ മുതകല്ലിമീൻ, ബിദ്അത്തിലേക്ക് ചായ്ഞ്ഞുപോയ മുതകല്ലിമീങ്ങളിൽപ്പെട്ടവർ പോലും മഹാഭൂരിപക്ഷവും തർത്തീബുൽ അർബഅത്തി ഫിൽ ഫദ്ലി ഹസബ തർത്തീബിഹിം ഫിൽ ഖിലാഫ, ആ ഖിലാഫത്തിൻ്റെ ഓർഡർ അനുസരിച്ചാണ് അവരുടെ ശ്രേഷ്ഠത. അഥവാ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, പിന്നെ അലി റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. കാരണം അത്രയും വലിയൊരു സമൂഹം ഉണ്ടായിരിക്കെ ഈ ഒരു തർത്തീബാണ് ഖിലാഫത്തിലുള്ളതെങ്കിൽ ആ ഖിലാഫത്തിൻ്റെ തർത്തീബ് തന്നെയാണ് ഏതിൻ്റെ തർത്തീബും? അവരുടെ ഫളിലുള്ള തർത്തീബ് എന്ന് ഈ മഹാന്മാരായ പണ്ഡിതന്മാർ ഐക്യകണ്ഠേന പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ലാ നശുക്കു ഫീ അൻ നഖൂൽ, നാം യാതൊരു സംശയവുമില്ലാതെ നമ്മൾ പറയുന്നു, സ്വഹാബികളെല്ലാവരും സത്യസന്ധരും സ്വാലിഹീങ്ങളും സ്വർഗാവകാശികളും അള്ളാഹു തൃപ്തിപ്പെട്ടവരുമാണ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠൻ അബൂബക്കർ, പിന്നെ ഉമർ, പിന്നെ ഉസ്മാൻ, പിന്നെ അലി റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. ഇതാണ് നമ്മുടെ അഖീദ, ഉസൂലുസ് സുന്നയുടെ ഏറ്റവും വലിയ അസ്ലാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ആരാണ് എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠത മുഴുവൻ മുഹാജിറുകൾക്കുമാണ്,
മുഹാജിറുകൾ കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ്? അൻസാറുകൾക്കാണ്. പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ എവിടെ പരിശോധിച്ചാലും മുഹാജിറുകളെക്കുറിച്ച് പറഞ്ഞിട്ടാണ് പിന്നെ ആരെക്കുറിച്ച് പറയുന്നത്? അൻസാറുകളെക്കുറിച്ച് പറയുന്നത്. സൂറത്തുൽ അൻഫാലിൽ 74 കാണാം, വല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാഹ് വല്ലദീന ആവൗ വനസറു. അപ്പോൾ ഇവിടെ വല്ലദീന ആമനു വഹാജറു എന്ന് പറഞ്ഞത് മുഹാജിറുകളെക്കുറിച്ച്, പിന്നെ പറഞ്ഞത് വല്ലദീന ആവൗ വനസറു. അതാരെക്കുറിച്ചാണ്? അൻസാറുകളെക്കുറിച്ച്, അവർക്ക് സഹായവും മറ്റും ചെയ്തു കൊടുത്തവർ. അപ്പോൾ മുഹാജിറുകളെ പറഞ്ഞിട്ടാണ് അൻസാറുകളെ പറഞ്ഞത്. ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാർ, സൂറത്ത് തൗബയിലെ 117. അതേപോലെ തന്നെ സൂറത്ത് അൽ ഹശ്റിൽ ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വ അംവാലിഹിം എന്ന് 8ാമത്തെ ആയത്തിൽ. പിന്നെയാണ് വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം എന്ന് വീട് അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്ത അൻസാറുകളെക്കുറിച്ച് പറഞ്ഞത്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. അപ്പോൾ മുഹാജിറുകൾ പിന്നെ അൻസാറുകൾ. ഖുർആനിൽ എവിടെ നോക്കിയാലും ആദ്യം മുഹാജിറുകളെയും പിന്നെ അൻസാറുകളെയും പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഈ പറയപ്പെട്ട 4 സ്വഹാബികൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠത ആർക്കാണ്? മുഹാജിറുകൾക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ്? അൻസാറുകൾക്കാണ്. വഖാല ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വയുഖദ്ദിമൂനൽ മുഹാജിരീന അലൽ അൻസാർ. അഹ്ലുസുന്നത്തി വൽ ജമാഅ അൻസാറുകളെക്കാൾ തഖ്ദീം നൽകുന്നത് മുഹാജിറുകൾക്കാണ്. വഖാല ഹാഫിളുൻ അൽ ഹകമി അഫ്ളലുഹുമുസ് സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീൻ. മുഹാജിറുകളാണ് പിന്നെ അൻസാറുകളാണ്. അവിടെ സ്വാഭാവികമായും അടുത്ത ചോദ്യം, ഈ മുഹാജിറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫضലുള്ള നേരത്തെ പറഞ്ഞവരുടെ പുറമെ വേറെ ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. ആ അസ്ഹാബുൽ ഖംസയും നേരത്തെ പറഞ്ഞ അസ്ഹാബുൽ ഷൂറ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണ ആസന്നമായ സന്ദർഭത്തിൽ ഖിലാഫത്തിന് വേണ്ടി വിളിച്ചു കൂട്ടിയത് ഇവരെയാണ്. പക്ഷെ പിന്നീടത് ചില കാരണങ്ങൾ കൊണ്ട് മറ്റുള്ളവരിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്, മറ്റുള്ളവർക്ക് അഭിപ്രായം പറയാൻ വിട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 5 ആളുകളെയും വിളിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഖിലാഫത്തിന് അർഹരാണ് എന്ന് പറഞ്ഞത്. അതിനു പുറമെ ഉലമാക്കൾ സാധാരണ നിലക്ക് എണ്ണാറുള്ളത്, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ കഴിഞ്ഞാൽ പിന്നെ അവർ മുഹാജിറുകളുടെ കൂട്ടത്തിൽ എണ്ണാറുള്ളത് അൽ അശറത്തുൽ മുബശ്ശറ ബിൽ ജന്ന, അൽ അശറത്തുൽ മുബശ്ശറൂന ബിൽ ജന്ന, അൽ അശറത്തു അൽ മുബശ്ശറൂന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളാണ്. ഈ 3 സഹാബികൾ കഴിഞ്ഞാൽ പിന്നെ ആരാണ്? അല്ലെങ്കിൽ 4 സഹാബികൾ കഴിഞ്ഞാൽ അൽ അശറത്തു അൽ മുബശ്ശർ, സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട, ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികളാണ്. ആരൊക്കെയാണതവർ? വഖാല അബൂ മൻസൂരിനിൽ ബഗ്ദാദി അസ്ഹാബുന യഅനി അശ്ശാഫിഇയ്യ മുജ്മിഊന അല അന്ന അഫ്ളലഹും അൽ ഖുലഫാഉൽ അർബഅ. സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ 4 ഖലീഫമാരാണ്. സുമ്മ സിത്തത്തുൽ ബാഖൂന ബഅദഹും, പിന്നെ അവർക്ക് ശേഷം ബാക്കിയുള്ള 6 ആളുകൾ, ഇലാ തമാമിൽ 10, 10 വരെ. ആരൊക്കെയാണത്? വഹും ത്വൽഹത്തു വസുബൈറു വസഅദ് ഇബ്നു അബി വഖാസ് വസഈദ് ഇബ്നു സൈദിൻ അംർ ഇബ്നു നുഫൈലിൻ വഅബ്ദുർറഹ്മാൻ ഇബ്നു ഔഫ് വഅബൂ ഉബൈദത ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. കാരണം ഇവരൊക്കെ സ്വർഗത്തിലാണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അബൂബക്കറുൻ ഫിൽ ജന്ന, ഉമറുൻ ഫിൽ ജന്ന, ഉസ്മാനുൻ ഫിൽ ജന്ന, അലിയുൻ ഫിൽ ജന്ന, ത്വൽഹത്തുൻ ഫിൽ ജന്ന, സുബൈറുൻ ഫിൽ ജന്ന, വസഅദു ഫിൽ ജന്ന, വസഈദുൻ ഫിൽ ജന്ന, വഅബ്ദുർറഹ്മാൻ ഇബ്നു ഔഫിൻ ഫിൽ ജന്ന, വഅബൂ ഉബൈദ ഫിൽ ജന്ന എന്നിങ്ങനെ ഇവരൊക്കെ സ്വർഗത്തിലാണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തഅയീൻ ചെയ്ത് ഇന്നെന്ന ആളുകൾ സ്വർഗത്തിലാണെന്ന് തഅയീൻ ചെയ്ത് പറഞ്ഞവരാണ് ആരൊക്കെ? ഈ പറയപ്പെട്ട 10 ആളുകൾ. വഖാല അബ്ദുൽ ഗനിയിൽ മഖ്ദസി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പറയാണ്, ഫഹഉലാഇൽ ഖുലഫാഉർ റാഷിദൂന വൽ അഇമ്മത്തുൽ മഹ്ദിയൂൻ. നേരത്തെ പറഞ്ഞ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ, ഇവരൊക്കെ ഖലീഫമാരാണ്, റാഷിദീങ്ങളായ ഖലീഫമാരാണ്. സുമ്മ സിത്തത്തുൽ ബാഖൂൻ, പിന്നെ അതിനുശേഷമുള്ള
10 ആളുകളിൽ ബാക്കി വരുന്ന 6 ആളുകൾ: ഒന്ന് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ്, 2 സുബൈർ ഇബ്നുൽ അവ്വാം, 3 സഅദ് ഇബ്നു അബി വഖാസ്, 4 വസഈദ് ഇബ്നു സൈദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ, 5 അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, 6 അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റിദ്വാനുല്ലാഹി അലൈഹിം. ഫഹഉലാഇൽ അശറത്തുൽ കിറാമുൽ ബററ അല്ലദീന ശഹിദ ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ജന്ന ഫനഷ്ഹദു ലഹും ബിഹാ കമാ ശഹിദ ലഹും ബിഹാ ഇത്തിബാഅൻ ലിഖൗലിഹി വംതിസാലൻ ലിഅംരിഹി. അബ്ദുൽ ഗനിയിൽ മഖ്ദിസി വളരെ നല്ലൊരു സെൻറ്റൻസാണ് പറഞ്ഞത്. അദ്ദേഹം പറയാണ്, ഈ പുണ്യവാന്മാരായ 10 സ്വഹാബികൾ അവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സ്വർഗമുണ്ട് എന്ന് പേരെടുത്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ 10 ആളുകളും മുഹാജിറുകളിൽപ്പെട്ടവരാണ്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളും ഖുറൈശികളാണ്, മക്കയിലുള്ളവരാണ്, മുഹാജിറുകളാണ്, അൻസാറുകളിൽപ്പെട്ടവരല്ല. മനസ്സിലാക്കുക. അപ്പോൾ മുഹാജിറുകൾക്കാണ് സ്വഹാബികളുടെ കൂട്ടത്തിൽ മുഹാജിറുകൾ, അൻസാറുകൾ 2 കാറ്റഗറി. അതിൽ ഏറ്റവും ശ്രേഷ്ഠത ആർക്കാണ്? മുഹാജിറുകൾക്ക്. ആ മുഹാജിറുകളിൽ ഏറ്റവും ശ്രേഷ്ഠത സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകൾക്ക്. ആ 10 ആളുകളിൽ ഏറ്റവും ശ്രേഷ്ഠത അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു. ഈ ഒരു കാറ്റഗറി അവിടെ മനസ്സിലാക്കി വെക്കുക. ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് മനസ്സിലാക്കാം. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.